Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Find u and v and their value of f of z, z minus 1 by z plus 1 at 2i. അപ്പോൾ ഇവിടെ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ നിന്ന് അതിന്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും തിരിച്ചെടുക്കണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് യുവിന്റെ വിയുടെ വാല്യൂ നമ്മൾ അറ്റ് 2i കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? f of z is equal to z minus 1 by z plus 1. z എന്ന് പറഞ്ഞാൽ ആരാണ്? x plus iy ആണ് മൈനസ് 1. z plus 1 x plus iy പ്ലസ് 1. ഈ ന്യൂമറേറ്ററിൽ നമുക്ക് എങ്ങനെ എഴുതാം? x plus iy മൈനസ് 1 x plus iy പ്ലസ് 1 അല്ലേ? അപ്പൊ ഇവിടെ ഈ ന്യൂമറേറ്റർ എങ്ങനെ എഴുതുന്നു? x മൈനസ് 1 പ്ലസ് iy. റിയൽ പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതുന്നു, ഇമേജിനറി പാർട്ട് മാറ്റി എഴുതുന്നു. ഇവിടെ താഴെ നമുക്ക് x പ്ലസ് 1 പ്ലസ് iy. അപ്പോൾ x മൈനസ് 1 പ്ലസ് iy, x പ്ലസ് 1 പ്ലസ് iy. ഇനി ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കിയേ? x മൈനസ് 1 പ്ലസ് iy, x പ്ലസ് 1 മൈനസ് iy ഡിവൈഡഡ് ബൈ x പ്ലസ് 1 പ്ലസ് iy, x പ്ലസ് 1 മൈനസ് iy. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട്, റിയൽ പാർട്ട് ഇമേജിനറി പാർട്ട് തിരിച്ചെടുക്കാനായിട്ട് ഈ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ നമ്മൾ ഗുണിച്ചു. എക്സ് പ്ലസ് 1 പ്ലസ് iy കോൺജുഗേറ്റ് എന്താണ്? എക്സ് പ്ലസ് 1 മൈനസ് iy. ഇനി എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് മൈനസ് 1 കൊണ്ട് എക്സ് പ്ലസ് 1 ഗുണിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. എക്സ് മൈനസ് 1 കൊണ്ട് മൈനസ് iy ഗുണിക്കുമ്പോൾ മൈനസ് i ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു y പ്ലസ് iy ഇൻറ്റു എക്സ്, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് മൈനസ് 1 iy കൊണ്ട് ഗുണിക്കുമ്പോൾ i ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു y. iy കൊണ്ട് എക്സ് നമ്മൾ എക്സ് പ്ലസ് 1 ഗുണിക്കുമ്പോൾ iy ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് iy ഇൻറ്റു മൈനസ് iy. ഇപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 വരും. എക്സ് മൈനസ് 1 iy കൊണ്ട് ഗുണിക്കുമ്പോൾ i ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു y വരും. iy ഇൻറ്റു എക്സ് പ്ലസ് 1 ഗുണിക്കുമ്പോൾ iy ഇൻറ്റു എക്സ് പ്ലസ് 1 വരും. iy ഉണ്ട് i മൈനസ് i ഗുണിക്കുമ്പോൾ iy മൈനസ് ഇൻറ്റു മൈനസ് i വരും. താഴെ എക്സ് പ്ലസ് 1 പ്ലസ് iy, എക്സ് പ്ലസ് 1 മൈനസ് iy. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് iy ദ ഹോൾ സ്ക്വയർ. ഇനി ന്യൂമറേറ്റർ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് i ഇൻറ്റു എക്സ് വൈ മൈനസ് i ഇൻറ്റു എക്സ് വൈ പ്ലസ് iy മൈനസ് i പ്ലസ് i പ്ലസ് iy പ്ലസ് iyx പ്ലസ് iy, i സ്ക്വയർ ഇൻറ്റു i സ്ക്വയർ മൈനസ് 1 മൈനസ് 2 ഒരു മൈനസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലസ് y സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എന്ത് വരും നോക്കാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അതായത് ന്യൂമറേറ്ററിൽ ഈ ixyയും iyxും ക്യാൻസൽ ആവുന്നു. ബാക്കി എന്തുണ്ട് നോക്കിയേ? എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 1. ഇത് റിയൽ പാർട്ട് വരും. ഇമേജിന്റെ പാർട്ട് എന്ത് വരും? iy കൂട്ടുമ്പോൾ i ഇൻറ്റു 2y വരും. i ഇൻറ്റു 2y. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പൊ റിയൽ പാർട്ട് u എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അതുപോലെ v എന്ന് പറയുന്നത് എന്താണ്? ഇമേജിനറി പാർട്ടാണ്. 2y ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പോൾ റിയൽ പാർട്ട് കിട്ടി, ഇമേജിനറി പാർട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. യുവിന്റെയും വിയുടെയും വാല്യൂസ് അറ്റ് 2i കണ്ടുപിടിക്കണം. 2i എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0 പ്ലസ് 2i ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് iy. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. വൈയുടെ വാല്യൂ എത്രയാണ്? 2. എക്സ് ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 2. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u ഇസ് ഈക്വൽ ടു
ഇവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 - 1 ഡിവൈഡഡ് ബൈ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 വരും, പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 വരും. അതുപോലെ വിയുടെ കേസിൽ എന്താണ് 2 × 2 ബൈ എക്സിന് 0 കൊടുക്കുക, അപ്പോൾ 1 പ്ലസ് 2ന് വൈക്ക് 2 കൊടുക്കുമ്പോൾ 4 വരും. അപ്പോ 4 - 1 എന്ന് പറഞ്ഞാൽ 3 വരും. 3/5 യുവിന്റെ വാല്യൂ കിട്ടി. വിയുടെ വാല്യൂ എത്ര കിട്ടാം? 2 4 5. വിയുടെ വാല്യൂ നമുക്ക് 4/5. അപ്പോ യുവിന്റെ വിയുടെ വാല്യൂ അറ്റ് 2i വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? വാല്യൂ യുവിന്റെ വാല്യൂ 3/5 എന്നും കിട്ടി, വിയുടെ വാല്യൂ 4/5 എന്നും കിട്ടി. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യം തന്നെ തന്നിരിക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷനിൽ നിന്ന് റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും തിരിച്ചെടുത്തു. അത് തിരിച്ചെടുക്കാനായിട്ട് കോൺജുഗേറ്റ് കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് അതിനൊന്ന് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് യു കിട്ടി, വി കിട്ടി. ആ യുവിലും വിയിലും നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഇസെഡ് എന്നുള്ളത് 2i ആണ്. അപ്പൊ 0 + 2i = x + iy ആവുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ യുവിന്റെ വാല്യൂ 3/5ഉം വിയുടെ വാല്യൂ 4/5 കിട്ടി. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി.